Hey guys, so welcome to a brand new lecture of Indian Penal Code. നമ്മൾ ഇന്ന് സ്റ്റേജസ് ഓഫ് ക്രൈമിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. Now what is the stages of crime? എന്താണ്? ആ വാക്കിൽ തന്നെയുണ്ട് ക്രൈമിന്റെ ഓരോ സ്റ്റേജ്. തീർച്ചയായിട്ടും ഒരു പ്രതി ഒരു കുറ്റം ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യുന്ന ആ നിമിഷത്തിൽ തന്നെയാണോ അദ്ദേഹം ആ ക്രൈമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ടാവുക? അല്ല, അല്ലേ? നമുക്ക് 2-3 തരം ക്രൈംസ് അറിയാം. ഒന്ന്, ഒരു പക്ഷേ നമ്മൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ അപ്പുറത്തെ ഒരു സ്പെർ ഓഫ് ദ മൂമെന്റിൽ സംഭവിച്ചു പോയത് ഒരു ക്രൈം ആവാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തൊരു ക്രൈം ആവാം. ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ഒരു കരുതി കൂട്ടി അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ ഒട്ടുമില്ലാത്ത ക്രൈംസ് ആണ്. എങ്കിൽ മറ്റൊരു കാറ്റഗറി ക്രൈം ഉണ്ട്, അല്ലെ? ജനറലി ക്രിമിനൽ ലോ പണിഷ് ചെയ്യുന്നത് ഇതുപോലുള്ള ക്രൈംസിനെയാണ്. വളരെയധികം പ്ലാനിങ്ങോടുകൂടി, വളരെയധികം ഉദ്ദേശത്തോടു കൂടി തയ്യാറെടുപ്പുകളെല്ലാം നടപ്പിലാക്കി 1-2 തവണ പരാജയപ്പെട്ടതിന് ശേഷം അവസാനം ക്രൈമിൽ സക്സീഡ് ചെയ്യുന്ന ഒരുപാട് പ്രതികൾ നമ്മളുടെ ചുറ്റുമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കേരളത്തിൽ ഈയിടെ നടന്ന 2 കുറ്റകൃത്യങ്ങൾ തന്നെ നമുക്ക് സൈറ്റ് ചെയ്യാം. ഏറ്റവും ആദ്യമായിട്ട് സംഭവിച്ചത് ഏതാണ്? ഒരു ഭർത്താവ് ഒരു ഭാര്യനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം മനസ്സിൽ വന്നതിന് ശേഷം അദ്ദേഹം എന്താണ് ചെയ്തത്? എങ്ങനെ കൊല്ലും എന്ന്, ആയുധം ഏതാണെന്നും ഒക്കെ ഒരു കണ്ടുപിടുത്തൽ നടത്തി. അങ്ങനെ ഏറ്റവും ഉചിതമായിട്ട് തോന്നിയ ഒരു ആയുധമായിരുന്നു പാമ്പ്. പിന്നീട് അദ്ദേഹം എന്താണ് ചെയ്തത്? പാമ്പിനെ കാശ് കൊടുത്ത് മേടിച്ചു. അതേപോലെ തന്നെ പാമ്പിനെ കുറിച്ച് വിശദമായിട്ട് റിസർച്ചസ് നടത്തി, ഇന്റർനെറ്റ് ഉപയോഗിച്ചു. അങ്ങനെ ഏറ്റവും ഉചിതമായിട്ട് ആ പാമ്പിനെ ഏത് സാഹചര്യത്തിലാണ് പാമ്പ് ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആവുന്നതെന്ന് വരെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ വൈഫിന് നേരെ എടുത്ത് പ്രയോഗിച്ചു. അങ്ങനെ പ്രയോഗിച്ച ആദ്യത്തെ തവണ തന്നെയാണോ സക്സസ്ഫുൾ ആയത്? അല്ല, അതിനു മുമ്പും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പരാജയപ്പെട്ടു. ഒടുവിൽ ഒരു തവണത്തെ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്തു, അല്ലെ? ഇനി മറ്റൊരു കേസ് പറയുകയാണെങ്കിലോ, സ്വന്തം സഹോദരിക്ക് ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി കൊടുത്ത ഒരു സഹോദരൻ ഈ ഇടയ്ക്ക് വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ആ സഹോദരനും ഇതുപോലെ തന്നെ ഒരുപാട് തയ്യാറെടുപ്പുകൾ എടുത്ത് അതിനു മുമ്പ് 1-2 അറ്റംപ്റ്റുകൾ പരാജയപ്പെട്ട ശ്രമങ്ങൾ നടത്തുകയും ഫൈനലി സക്സീഡ് ചെയ്യുകയും ചെയ്തു, അല്ലെ? യെസ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ലൈഡിലേക്ക് പോവാം. ഏറ്റവും ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ക്രൈം. അതിന്റെ മുമ്പ് ഡെഫിനറ്റ്ലി ഒരു ക്രൈം ആവാൻ വേണ്ടി കുറച്ച് എലിമെന്റ്സ് ഉണ്ടാവണം. എന്തൊക്കെ കൂടി ചേരുമ്പോഴാണ് ഒരു ക്രൈം ആവുന്നത്? അതിനുശേഷം മാത്രമല്ല സ്റ്റേജ് ഒക്കെ ആവുന്നത്. യെസ്, സോ വാട്ട് ആർ ദ ഡിഫറെന്റ് എലിമെന്റ്സ് ഓഫ് ക്രൈം? ഏറ്റവും ആദ്യമായിട്ട് ഈ ക്രൈം ചെയ്യുന്നത് ഒരു മനുഷ്യനാവണം. ഒരു മൃഗത്തിനൊരു ക്രൈം ചെയ്യാൻ പറ്റുമോ? വെൽ യെസ്, മൃഗത്തിനെ ഒരു മീൻസ് ആയിട്ട്, ഒരു ഇൻസ്ട്രുമെന്റോ എക്യുപ്മെന്റ് ആയിട്ട് ഉപയോഗിച്ച് ക്രൈം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ആനിമൽസിന് ഒരു ക്രിമിനൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ മനുഷ്യർക്ക് മാത്രമാണോ ക്രൈം ചെയ്യാൻ പറ്റുന്നത്? ഇന്ത്യൻ പീനൽ കോഡ് 1860 സെക്ഷൻ 11 പറയുന്നുണ്ട് പേഴ്സന്റെ ഡെഫിനിഷൻ. പേഴ്സന്റെ ഡെഫിനിഷൻ പ്രകാരം a corporate or a body of associations ഇൻകോർപ്പറേറ്റഡ് ആയാലും അല്ലേലും is capable of committing crimes. Okay, so basically നമുക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കണം. IPC പേഴ്സണെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, which means okay, in some cases even a company is capable of doing a crime, right? ഒരു മനുഷ്യൻ മാത്രം ഉണ്ടായാൽ മതിയോ?
അദ്ദേഹത്തിന് ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ മെന്റൽ എലിമെന്റ് എന്ന് പറയും. അപ്പം ഒരു ക്രൈമില് മെന്റൽ എലിമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മെൻസ്രിയ, ഗിൽറ്റി മൈൻഡ്. മനസ്സിൽ ഒരാളോട് പക തോന്നുന്ന ആ നിമിഷം, പിന്നീട് ആ പക വലുതായി 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 ഒരു പക്ഷെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം ഒരു പക്ഷേ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായതിനു ശേഷം മാത്രമേ ക്രിമിനൽ ലയബിലിറ്റി ഉള്ള മിക്ക ക്രൈംസും ഉണ്ടാവാറുള്ളൂ. Am I right? Yes. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ IPCയിൽ മെൻസ്രിയ എന്ന് പറയുന്ന ടേം ഏത് സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? യെസ്, IPCയിൽ മെൻസ്രിയ എന്നൊരു വേർഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് ഈ മെൻസ്രിയ? പല പല വാക്കുകളിലൂടെ നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഏകദേശം എല്ലാ സെക്ഷനും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടേമാണ് മെൻസ്രിയ അല്ലെങ്കിൽ മെന്റൽ എലിമെന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്, എന്ത് വാക്കുകളിലൂടെയാണ് അതിനെ കാണപ്പെടുന്നത്? യെസ്, ഡിസോണസ്റ്റ്ലി, ഫ്രോഡുലന്റ്ലി, ഇന്റൻഷനലി, നോയിങ്ലി എന്നൊക്കെ പറയുന്ന വേർഡ്സിലൂടെയാണ് മെൻസ്രിയ IPCയിൽ സ്ഥാനം പിടിച്ചേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 16 ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി, എഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി, അതുപോലുള്ള ചാപ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ക്യാൻ യു സീ? യെസ്, യു ക്യാൻ സീ വേർഡ്സ് ലൈക്ക് വോളണ്ടറിലി, നെഗ്ലിജന്റ്ലി, റെക്ലെസ്ലി, ഇന്റൻഷനലി, നോയിങ്ലി. അപ്പൊ ഇതെല്ലാം മെൻസ്രിയ സൂചകമായിട്ടുള്ള വാക്കുകളാണ് നമ്മളുടെ IPCയിൽ. ഇനി ചാപ്റ്റർ 17 എടുത്ത് നോക്കുകയാണെങ്കിൽ ഒഫൻസസ് എഫക്റ്റിംഗ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസസ് ആണെങ്കിൽ ഏത് വേർഡ്സിലൂടെയാണ്? ഡിസോണസ്റ്റ്ലി, ഫ്രോഡുലന്റ്ലി, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ആണ് ചാപ്റ്റർ 17 നമുക്ക് കാണാൻ പറ്റുന്നത്. വെൽ യെസ്, സോ ഇത് രണ്ടുമുണ്ട്. അപ്പൊ ഞാൻ ഒരു ഹ്യൂമൻ ബീങ് ആണ്, എൻ്റെ മനസ്സിൽ ഒരു ഗിൽറ്റി ഇന്റൻഷൻ ഉണ്ടായി, അതുകൊണ്ട് മാത്രം എന്നെ ശിക്ഷിക്കാൻ പറ്റുമോ? സാധാരണഗതിയിൽ പറ്റില്ല. അപ്പൊ പിന്നെ ഇനി എന്താണ് വേണ്ടത്? ഡെഫിനറ്റ്ലി ഞാനൊരു ക്രിമിനൽ ആക്ട് ചെയ്തിട്ടുണ്ടാവണം, ഒരു ഗിൽറ്റി ആക്ട് ചെയ്തിട്ടുണ്ടാവണം ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് മൈ ഗിൽറ്റി ഇന്റൻഷൻ. അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഗിൽറ്റി ആക്ട് ചെയ്തിട്ടുണ്ടാവണം. ആ ഗിൽറ്റി ആക്ടിനെ ആക്ടസ് റിയസ് എന്ന് പറയും. ഇനി ഗിൽറ്റി ആക്ട് എന്ന് പറയുന്ന വെറും ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മാത്രമല്ല ആക്ടസ് റിയസിന്റെ പെർവ്യൂവിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഞാൻ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം, ലീഗൽ ഡ്യൂട്ടി ഞാൻ ചെയ്യാതിരുന്നാലും ഈ ആക്ടസ് റിയസ് എന്ന ഡെഫിനിഷന്റെ പെർവ്യൂവിൽ വരും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോ ഒരു തോക്കെടുത്ത് ഒരാളെ വെടിവെച്ചു. അതെന്താണ്? അതിനെ നമുക്ക് പോസിറ്റീവ് ആക്ടസ് റിയസ് എന്ന് പറയും. കാരണം ഞാനൊരു ആക്ട് എടുത്തിട്ട് ഞാനൊരു ആക്ഷൻ ചെയ്തിട്ട് അവിടെ ഒരു കോൺസിക്വൻസസ് ഉണ്ടാവുന്നു. നൗ നെഗറ്റീവ് ആക്ടസ് റിയസ് അതെന്താണ്? ഞാൻ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്, ഞാൻ എൻ്റെ കുഞ്ഞിന് 2 ആഴ്ചയായിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല, പച്ചവെള്ളം കൊടുക്കുന്നില്ല, ആ കുഞ്ഞു മരണപ്പെട്ടു. സോ ബേസിക്കലി ലീഗലി എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്, ഞാൻ ആ ഡ്യൂട്ടി ചെയ്തിട്ടില്ല എങ്കിലും it will all attract under the same term actus reus. Well guys, നമ്മൾ അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് സ്ലൈഡ് തന്നെ ആക്ടസ് നോൺ ഫാസിറ്റ് റിയം, നിസി മെൻസിറ്റ് റിയ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ ഐ ഹോപ്പ് യു ഓൾ വിൽ ഈവൻ ലുക്ക് ഇൻ ടു ദാറ്റ് സ്ലൈഡ്. ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു എലിമെന്റ് ആണ് ഇഞ്ചുറി എന്ന് പറയുന്നത്. Which section of the Indian Penal Code says about injury? It is definitely the section 44 of the Indian Penal Code which says about injury. അപ്പോ ഇഞ്ചുറി എന്താണ്? ഞാൻ ഒരു കത്തിയെടുത്ത് കുത്തി ഒരു മുറിവുണ്ടായി, അതാണോ ഇഞ്ചുറി? അതാണ് ഇഞ്ചുറി. പക്ഷെ അത് മാത്രമാണോ ഇഞ്ചുറി? അല്ല. ഒരാൾ തന്റെ മെൻസ്രിയയുടെ ഭാഗമായിട്ട് ഒരു ആക്ടസ് റിയസ് ചെയ്യുകയും അത് കാരണം ഒരാൾക്ക് ഇഞ്ചുറി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ഇഞ്ചുറി ടു ഹിസ് ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ ആൻഡ് പ്രോപ്പർട്ടി. ഈ പറയുന്ന 4 സാധനത്തിനും ഇഞ്ചുറി ഉണ്ടായാലും അത് ഇഞ്ചുറിയാണ്.
Injury does not just mean a wound or an external something on the physical body, but it also includes the mental body, the reputation, and the property. Okay. സോ നമുക്ക് എലിമെന്റ്സ് ഓഫ് ക്രൈമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ സാധാരണഗതിയിൽ ഈ 4 എലിമെന്റും ഒരുമിച്ച് വന്നാലാണ് നമുക്കൊരു ക്രൈം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത്. എന്താണ്? ഒരു പേഴ്സൺ വിത്ത് മെൻസറിയ നിയമം പ്രോഹിബിറ്റ് ചെയ്ത ഒരു ആക്ട് ചെയ്യുകയോ നിയമം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ആക്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന കൊണ്ട് മറ്റൊരാൾക്ക് ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് ടോട്ടലി ഒരു എലിമെന്റ്സ് ഓഫ് ക്രൈം എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെ? നൗ നമുക്ക് സ്റ്റേജസ് ഓഫ് ക്രൈമിനെ കുറിച്ച് നോക്കാം. Now look here. ഏറ്റവും ആദ്യത്തെ പിക്ചർ ഷോസ് യു ഇന്റൻഷൻ, അല്ലെ? മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് കരുതി കൂട്ടി തീരുമാനം എടുക്കുന്ന ഒരു ഉറച്ച തീരുമാനം. നമ്മളുടെ മനസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ പോവാറുണ്ടല്ലേ. നമുക്കിപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാൾ നടന്നു പോകാൻ പന്നിയെ പിടിച്ച് 2 തള്ളു കൊടുത്തിരുന്നെങ്കിൽ, അയാളൊന്ന് ഉരുണ്ട് വീണിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ഒരുപാട് വിചാരിക്കാറുണ്ട്. പക്ഷേ വാട്ട് ഡു വി ഡു? നമ്മൾ പോയിട്ട് നമ്മളുടെ ഇന്റൻഷന്റെ ഫർദറൻസ് ആയിട്ട് ഡു വി റിയലി ഗോ ആൻഡ് ഡു ഇറ്റ്? മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മളുടെ മനസ്സിൽ ഒരു ദിവസം 1000കണക്കിന് ചിന്തകൾ വരും. പക്ഷെ ചിലതിനെ മാത്രമേ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാറുള്ളൂ. അങ്ങനെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ, മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, ഇന്റൻഷൻ. അപ്പൊ ഇതെന്താന്ന് നമ്മൾ വിശദമായിട്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ കാണാം. അങ്ങനെ ഒരാളെ കൊല്ലണം എന്നൊരു ഇന്റൻഷൻ സപ്പോസ് ഉണ്ടായിന്ന് വെച്ചോ, പിന്നീട് എന്തായിരിക്കും ചെയ്യുക? എങ്ങനെ കൊല്ലാം? എന്ത് രീതിയിൽ കൊല്ലാം? എന്തുപയോഗിച്ച് കൊല്ലാം? അല്ലെ? അതിനുശേഷം നമ്മൾ ശ്രമങ്ങൾ നടത്തും. ആ ശ്രമം പരാജയപ്പെടാം. അങ്ങനെ പരാജയപ്പെടുന്ന ശ്രമങ്ങളെയാണ് നമ്മൾ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ സക്സസ്ഫുൾ ആവുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ കണ്ടംപ്ലേഷൻ ഓഫ് എ ക്രൈം. യെസ്. സോ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എ ക്രൈമിനെ നമ്മൾ എന്താ പറയുന്നത്? ഇന്റൻഷൻ. ഈ സ്റ്റേജിലാണ് മനസ്സിലൊരു ഈവൽ ഇന്റൻഷൻ ഇങ്ങനെ കൂടുകൂട്ടി തുടങ്ങുന്നത്. അവിടെ ഇരുന്ന് ചിന്തകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ നമ്മൾ ഈ സ്റ്റേജിനെ നമ്മൾ ഫോർമേഷൻ ഓഫ് ഈവൽ ഇന്റന്റ് ഇൻ ദ മൈൻഡ് എന്ന് പറയും. കണ്ടംപ്ലേഷൻ ഓർ എമർജൻസ് ഓഫ് ഈവൽ ഇന്റന്റ് എന്നും നമ്മൾ പറയും. അപ്പോ ഈ ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു ടേം, നമ്മുടെ മനസ്സിൽ ഒരു ഇന്റൻഷൻ തോന്നി എന്ന് നമ്മൾ പറയില്ലേ? അപ്പൊ ഈ ഇന്റൻഷൻ എന്ന് പറയുന്ന എന്താണ്? ബേസിക്കലി നമുക്ക് ഒരാളെ കൊല്ലണം എന്ന് ആഗ്രഹം നമ്മളുടെ മനസ്സിലുണ്ട്. നമുക്ക് ഒരു കത്തി ഉണ്ടെന്ന് വെച്ചോ. നമ്മൾ ആ കത്തി കൊണ്ട് കുത്തിയാൽ എതിര് നിൽക്കുന്ന ആള് മരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ട്, നമുക്കറിയാം. പക്ഷെ അങ്ങനെ കുത്തി അയാൾ അങ്ങനെ തന്നെ മരണപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടെ ഉണ്ടെങ്കിലാണ് ഈ ഇന്റൻഷൻ പൂർത്തിയാവുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു പിക്ചർ, ഒരു ജസ്റ്റ് ഫോർ ആൻ ഇല്ലസ്ട്രേഷൻ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഈ സീനിൽ ആക്ച്വലി വിജയരാഘവൻ തന്റെ പ്രേയെ കുത്തിക്കൊല്ലാൻ പോകുന്നതിന്റെ മുമ്പുള്ള ഒരു സീനാണ്. വിജയരാഘവന് അറിയാം ആ കത്തി എടുത്ത് അങ്ങനെ കുത്തിയാൽ ആൾക്കാർ മരിക്കും. ഇതിനു മുമ്പും അദ്ദേഹം പലരെയും അങ്ങനെ കൊല ചെയ്തിട്ടുണ്ട്. ആൻഡ് വിജയരാഘവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എതിര് നിൽക്കുന്ന ആള് മരിക്കണം എന്നുള്ളത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് an idea. So intention is equal to knowledge plus desire for the consequence. അല്ലെ? കോൺസിക്വൻസ് മുൻകൂട്ടി കാണാൻ പറ്റുക, അതിനോടൊപ്പം ആ കോൺസിക്വൻസ് തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുക. വാട്ട് യു മീൻ ബൈ ഫോർസീ? യെസ്, മുൻകൂട്ടി കാണാൻ പറ്റുക, അതാണ്. സോ ജസ്റ്റ് an idea of intention. നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് വിശദമായിട്ട് മെൻസ്രിയയുടെ സ്ലൈഡിനകത്ത് all those terms which deal with intention are deeply dealt with. Now let us look into motive. എന്താണ് മോട്ടീവ്? എല്ലാവർക്കും ഈ ഇന്റൻഷനും മോട്ടീവും തമ്മിൽ ഒരു ഇത്തിരി കൺഫ്യൂഷൻ വരാറുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് ഐ ഷുഡ് മേക്ക് ഇറ്റ് ക്ലിയർ ടു യു ആസ് വെൽ. എന്താണ് മോട്ടീവ്? എന്താണ് ഇന്റൻഷൻ? ഇപ്പൊ സപ്പോസ് നമ്മളുടെ പിക്ചറിൽ കാണുന്നത് പോലെ there is a person who is walking through the road. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നല്ല കട്ടിക്കുള്ള ഒരു സ്വർണ്ണമാലയുണ്ട്.
സോ സപ്പോസ് നമ്മുടെ മിസ്റ്റർ റാമിന് ആ മാല സ്വന്തമാക്കിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തീരുമാനിക്കും എനിക്ക് മാല സ്വന്തമാക്കണം, സോ ഐ വിൽ കിൽ ഹിം ആൻഡ് ടേക്ക് ദ ചെയിൻ. അപ്പൊ ഇവിടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതും മോട്ടീവാണ് മാല സ്വന്തമാക്കുക എന്നുള്ളത്. നമ്മൾ എല്ലാ ക്രൈം ചെയ്യാനും ഒരാളെ കൊല്ലാനും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാരണം ഉണ്ടാവും അല്ലെ. നമ്മളുടെ നാട്ടിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിലും മിക്ക കൊലയ്ക്കും പിന്നിൽ ഒന്നെങ്കിൽ സോഷ്യോ എക്കണോമിക് റീസൺസ് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി യൂഷ്വലി റിലേറ്റിംഗ് ടു സം ലവ് അഫെയർ, സം ലോസ് ലവ്, അതുപോലുള്ള റീസൺസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ മോഷണം ആവാം അല്ലെ. സോ വാട്ട് ഈസ് ദ അൾട്ടീരിയർ ഇൻറ്റെന്റ്? അൾട്ടീരിയർ ഇൻറ്റന്റിനെയാണ് നമ്മൾ മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, so here I hope you understood with this particular illustration as to what is intention and what is the difference between both these. ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലിട്ട് ചിന്തിക്കാറുണ്ട്. അങ്ങനെ പലർക്കും മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ മനുഷ്യരുടെ എല്ലാവരുടെയും മനസ്സിൽ പോകുന്ന കാര്യങ്ങളാണ്. നമുക്ക് പക തോന്നാറുണ്ട്, ദേഷ്യം തോന്നാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഷോർട്ട് ലിവ്ഡ് ആണ്. ദേഷ്യം തോന്നി 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് മറക്കും. നമ്മൾ അതിനെ പിന്നീട് ഒരു ആക്ടിൻ അല്ലെങ്കിൽ ഒരു ഓവേർട്ട് ആക്ടിലേക്ക് നമ്മൾ പോവാറില്ല അല്ലെ. എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഇന്റൻഷനിലേക്ക് നമ്മൾ പോവാറില്ല. സോ അതുകൊണ്ട് തന്നെ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കോസ് എനി ഇഞ്ചുറി ടു എനിബഡി ഇൻ നോർമൽ സർക്കംസ്റ്റൻസസ് നമുക്കതൊരു ഒഫൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ജസ്റ്റ് 2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമ്മളുടെ എക്സും വൈയും 2 നെയ്ബേഴ്സ് ആണ്. ആൻഡ് ഒരു ദിവസം വൈയുടെ സിസ്റ്ററുമായിട്ട് വൈ നമ്മളുടെ എക്സിന്റെ സിസ്റ്ററുമായിട്ട് ഒളിച്ചോടി. അപ്പം എക്സ് ഒരു ദിവസം ഒരു പിക്നിക് സ്പോട്ടിൽ പോയിട്ട് ഒരു ഹില്ലിന്റെ മേളിൽ ഇങ്ങനെ കാണുകയാണ്. മിസ്റ്റർ വൈ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഒരു വ്യൂ പോയിന്റിന്റെ അവിടെ. അപ്പൊ എക്സിന്റെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യവും പകയൊക്കെ വരികയാണ്. അവനെ പോയി ഒന്ന് തള്ളിയിടണം, ഹീ ഷുഡ് ഫോൾ ഡൗൺ ആൻഡ് ഹീ ഷുഡ് ഡൈ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. 5 മിനിറ്റ് അവിടെ നിന്ന് ആലോചിച്ചു. 5 മിനിറ്റ് ആലോചിച്ചപ്പോൾ പുള്ളിക്ക് തോന്നി ശരിയാവത്തില്ല, വേണ്ട, വിട്ടുകളയാവെന്ന് വിചാരിച്ചു. ആള് തിരിച്ച് വീട്ടിൽ വന്നു. ഇവിടെ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം ഒരു ഒഫൻസ് ആവുന്നുണ്ടോ? ഇല്ല. വൈ? ബിക്കോസ് ഒരു ഓവേർട്ട് ആക്ട് ഇല്ല അല്ലേ. ശരി, ഇനി അടുത്തൊരു ഇലസ്ട്രേഷൻ കാണിച്ചു തരാം. നമ്മളുടെ നിർഭയയുടെ കേസ്, ആ കേസ് പത്രത്തിൽ വന്നപ്പോൾ ഒരുവിധം പെമ്മക്കളുള്ള എല്ലാ മാതാപിതാക്കളും സഹോദരിമാരുള്ള എല്ലാ സഹോദരന്മാരുടെയും മനസ്സിൽ വന്നൊരു കാര്യമാണ് അവനെയൊക്കെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ നമുക്ക് തന്നെ ഒന്ന് കൈകാര്യം ചെയ്താൽ കൊള്ളാം എന്നുണ്ട് അല്ലെ. എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ശരിയാക്കി കൊടുത്തേനെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെയെന്ന് പറയുന്ന എത്ര നേരത്തേക്കാണ്? TV-യിൽ ആ ഒരു സംഭവം കാണുമ്പോൾ തോന്നുന്നൊരു വികാരം. ഉച്ചയ്ക്കൊരു ഉറക്കവും കഴിഞ്ഞ് വൈകുന്നേരം എണ്ണീറ്റപ്പോൾ അതൊക്കെ മറന്നു, ആളുടെ പണിയും നോക്കിപ്പോയി അല്ലെ. അപ്പൊ അതൊരു തെറ്റാണോ? എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ ചെയ്യുന്ന കണക്ക് ഞാൻ കാസ്ട്രേറ്റ് ചെയ്തേനെ, ഞാൻ അവന്മാരെ നിയമത്തിന് വിട്ടുകൊടുക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം ഒരു തെറ്റാണോ? അല്ല. സോ ദാറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം ഒരു തെറ്റാണോ? അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോർമൽ സർക്കംസ്റ്റൻസിൽ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു തെറ്റല്ല. ബട്ട് ചില കേസസ്, some special circumstances where ഒരാളിന് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ, if it could be proved in certain situations that the accused had intention, അദ്ദേഹത്തെ നമുക്ക് ക്രിമിനലി ലയബിൾ ആക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിമിനൽ ഇന്റിമിഡേഷൻ. ഇവിടെ ശരിക്കും ആർക്കെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ക്രിമിനൽ ഇന്റിമിഡേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഇന്റൻഷൻ ആണ്, ഞാൻ ഇഞ്ചുറി നിങ്ങൾക്ക് ഐ വിൽ മേക്ക് യു ഇഞ്ചേർഡ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇഞ്ചുറി കോസ് ചെയ്യും എന്ന് ഉള്ള ഒരു മെന്റൽ എലിമെന്റ് കൺവേ ചെയ്യും മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. സിമിലർലി വേജിങ് വാർ അഗെയിൻസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സെഡിഷൻ, ഈ 3 സർക്കംസ്റ്റൻസിലാണ് ഇന്റൻഷനെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം മനസ്സിൽ അങ്ങനെ ചിന്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതിനൊരു തെളിവ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എതിർകക്ഷിയെ കൊടുക്കാൻ പറ്റും. സോ ക്രിമിനൽ ഇന്റിമിഡേഷൻ. എന്താണ് ക്രിമിനൽ ഇന്റിമിഡേഷൻ?
എക്സ് വൈയുടെ അടുത്ത് പറയാണ്, നീ മര്യാദക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ, എക്സ് വൈയുടെ അടുത്ത് പറയാണ്, വൈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ആള് തന്റെ എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് ചെയ്യുന്ന ഒരാളാണ്, സത്യസന്ധനാണ്. എക്സ് വൈയുടെ അടുത്ത് പറയാണ്, നീ എനിക്ക് അനധികൃതമായിട്ട് ഇന്ന കാര്യങ്ങൾ നേടിത്തന്നില്ലെങ്കിൽ നിന്റെ മകളെ ഞാൻ തട്ടിക്കൊണ്ട് പോവും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത്, ദാറ്റ് ഇസ് ബേസിക്കലി നോൺ ആസ് ക്രിമിനൽ ഇന്റിമിഡേഷൻ. അപ്പൊ ശരിക്കും ഇവിടെ ഒരു ആക്ച്വൽ ഇഞ്ചുറി നടക്കുന്നുണ്ടോ? അല്ല. പക്ഷെ അങ്ങനെ ഇഞ്ചുറി കോസ് ചെയ്യുന്നുള്ള ഒരു അയാളുടെ ഇന്റൻഷൻ അയാൾ കൺവേ ചെയ്യുന്നുണ്ട് അല്ലെ? സോ ആ ഇന്റൻഷനെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെന്ന് ക്രിമിനൽ ഇന്റിമിഡേഷനകത്ത് കൺവേ ചെയ്യുമ്പം ആ കൺവേ ചെയ്യുന്നതാണ് എവിഡൻസ് ടു ഷോ ദാറ്റ് ഇയാൾക്ക് അങ്ങനെയുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത്. നൗ യു നോ ഒഫൻസസ് ലൈക്ക് വേജിങ് വാർ അഗെയിൻസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സെഡിഷൻ എന്നൊക്കെ പറയണേ രാജ്യത്തിനെതിരെയുള്ള കുറ്റങ്ങളായതുകൊണ്ട് തന്നെ അതുപോലുള്ള കുറ്റങ്ങൾക്ക് ഇന്റൻഷൻ, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും പണിഷ് ചെയ്യാൻ പറ്റും. നൗ let us go to the second stage of crime. തീർച്ചയായിട്ടും ഒരു കൊലപാതകം ചെയ്യണം എന്നൊരു പ്രതി തീരുമാനിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യും. ആ തയ്യാറെടുപ്പിന്റെ സ്റ്റേജിനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഇസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് എ ക്രൈം. അപ്പൊ പ്രിപ്പറേഷനകത്ത് എന്തൊക്കെ വരും? നമുക്കൊരു കൊലപാതകം ചെയ്യണം എങ്കിൽ അത് ചെയ്യാനായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള രീതി, മാർഗം എന്താണ്? കത്തി ഉപയോഗിച്ചാണോ, തോക്ക് ഉപയോഗിച്ചാണോ, വിഷം ഉപയോഗിച്ചാണോ? ഇതുപോലുള്ള സാധനങ്ങളെ മേടിക്കുക അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുക. ലൈസൻസ്ഡ് തോക്കുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് പോയി അതിനെ ആളുടെ സമ്മതവും അറിവും ഇല്ലാതെ പതുക്കെ ഇങ്ങനെ എടുത്തോണ്ട് വരിക അല്ലെ? അതിന് നമ്മൾ ചെറിയ രീതിക്ക് മോഷണം എന്ന് പറയും. ഓക്കെ, സോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊക്യൂർ ചെയ്യുക ബേസിക്കലി. അപ്പൊ അത് മാത്രമാണോ നമ്മളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത്? അല്ല. ഞാനിപ്പോ ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 2-3 തവണയെങ്കിലും ആ വീട്ടിന് ചുറ്റിലൂടെ പോവും, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് കൺസൾട്ട് ചെയ്യും, ഈ ഫീൽഡിൽ എങ്ങനെയാണ് ആശാനെ പൂട്ടിറക്കുന്നത് അല്ലെ? പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും ദ മോസ്റ്റ് ആക്സസിബിൾ മീൻസ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്? ടെക്നോളജി. യെസ്, എല്ലാവരുടെയും കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺസ് ഉണ്ട്. And definitely they will keep browsing അല്ലേ, how to commit the crime. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് പ്രിപ്പറേഷന്റെ പെർവ്യൂല് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഈ പ്രിപ്പറേഷൻ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് വെറുതെ പ്രിപ്പയർ ചെയ്ത് ഒരാളെന്ന് പറയാൻ പറ്റുമോ? ഒരാള് കടയിൽ പോയിട്ട് കത്തി മേടിക്കുകയാണ്. നമുക്കിപ്പോ അയാൾ അത് കൊല്ലാൻ വേണ്ടിയാണോ മേടിക്കുന്നത്, അതോ പച്ചക്കറി അരിയാൻ വേണ്ടിയാണോ മേടിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ മേടിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റുമോ? ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ വീട്ടിൽ നിന്നും ആൾക്കാർ ഒരു കത്തിയെങ്കിലും സ്വന്തം വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടാവും. സോ ഹൗ കെൻ യു സേ ദാറ്റ് പ്രിപ്പറേഷൻ ആണ് എന്നുള്ളത്? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നോർമൽ സർക്കംസ്റ്റൻസിൽ പ്രിപ്പറേഷനെ പണിഷ് ചെയ്യാൻ പറ്റാത്തത്. ആൻഡ് ദ സെക്കൻഡ് സർക്കംസ്റ്റൻസ് അഗെയിൻ ഇസ്, ഇപ്പോ കൊലപാതകം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടാവാം, പിന്നീട് മനസ്സ് മാറിക്കൂടായികയില്ല. ലുക്ക് അറ്റ് ദറ്റ് പിക്ചർ. ഒരു ലേഡി ഷോപ്പിങ്ങിന് പോയി ഒരു കത്തി മേടിച്ചു ബിക്കോസ് ഹർ ബോയ് ഫ്രണ്ട് ലെഫ്റ്റ് ഹർ. പുള്ളിക്കാരി തിരിച്ചു വന്നു, അവർ തമ്മിൽ എല്ലാം പാച്ചപ്പ് ആയി, വീണ്ടും അവർ റിലേഷൻഷിപ്പിലായി. ആൻഡ് നൗ ദാറ്റ് നൈഫ് വാട്ട് ഷീ ബ്രോട്ട് ഫോർ കില്ലിംഗ് ഹർ ബോയ് ഫ്രണ്ട് ഇസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് വെജിറ്റബിൾസ്. യാ. അപ്പൊ എപ്പോഴും ചാൻസ് ഓഫ് റിക്കൺസിലിയേഷൻ ഉണ്ട്. അപ്പൊ ഒരാൾ തയ്യാറെടുപ്പ് എടുത്തിരുന്നു എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് അയാളെ പണിഷ് ചെയ്യാൻ പറ്റില്ല അല്ലെ? പക്ഷെ നമ്മൾ മേളിൽ പറഞ്ഞതുപോലെ എന്തായിരുന്നു, ഇന്റൻഷൻ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ 3 സാഹചര്യങ്ങളിലായിരുന്നു നമ്മളുടെ പ്രതിയെ പണിഷ് ചെയ്യുന്നത് അല്ലെ? ഒന്ന് ക്രിമിനൽ ഇന്റിമിഡേഷൻ, പിന്നെ സെഡിഷൻ, വേജിങ് വാർ അഗെയിൻസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഏതൊക്കെ സാഹചര്യത്തിലാണ് പ്രിപ്പറേഷനെ പണിഷ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വേജിങ് വാർ അഗെയിൻസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, same way preparing to commit depredation on territories of any of power in alliance with or peace with government of India. അതാണ് preparation to commit dacoity, preparation for counterfeiting coins and government stamp, possessing counterfeit coins. എന്താണ് dacoity? എന്താണ്? When 5 people come together to commit
റോബറി, 5 or more people, അതാണ് ഡെക്കോയിറ്റി. ആൻഡ് ദെൻ വാട്ട് ഇസ് കൗണ്ടർഫീറ്റിംഗ്? വ്യാജ കോയിൻസ് അടിക്കുക, ഗവൺമെന്റ് സ്റ്റാമ്പ്സ് അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുക. അത് കണക്കിന് ഫോൾസ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് പ്രൊക്യൂർ ചെയ്യുക. ഈ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ടി വിയിൽ കണ്ടൊരു കാര്യമാണ്. ഈ കോവിഡിന്റെ ഇടയ്ക്ക് പല ഷോപ്സിലും വന്നിട്ട് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ചെക്ക് ചെയ്യുന്നത്. ബിക്കോസ് പലരും അവിടെ കാണിക്കുന്ന അളവായിരിക്കില്ല ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്ന അരിയും കാര്യങ്ങളും എല്ലാം. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഒഫൻസ്. ബൈ മിയർ പ്രിപ്പറേഷൻ പണിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആണ്. അത് കണക്ക് തന്നെയാണ് ഫോർജ്ഡ് ഡോക്യുമെന്റ്സ്, വ്യാജ രേഖകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഡിഡ് യു ഗെറ്റ് an ഐഡിയ? ഫോർജ് ഡോക്യുമെന്റ്സ് പൊസസ് ചെയ്യുന്നതും ഒരു ഒഫൻസ് ആണ്. സോ നൗ ഈ ഒഫൻസിന്റെ എല്ലാം ഒരു നേച്ചർ എന്താണ്? ഇതെല്ലാം പൊതുവെ ഗ്രേവ് ഇൻ നേച്ചർ ആണ് അല്ലെ. ഡെക്കോയിറ്റി കമ്മിറ്റ് ചെയ്യുക, വേജിങ് വാർ, ഡെപ്രഡേഷൻ കമ്മിറ്റ് ചെയ്യുക, കൗണ്ടർഫീറ്റിംഗ് കോയിൻസ് ചെയ്യുക, ഇതെല്ലാം ഒരു ഗ്രേവ് ഇൻ നേച്ചർ ഒഫൻസസ് ആണ് അഗെയിൻസ്റ്റ് പബ്ലിക് ഓർഡർ ആൻഡ് പബ്ലിക് സേഫ്റ്റി. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഉറപ്പായിട്ടും ആ ഒഫൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഒരു പ്രിസംഷനും ഉണ്ട് അല്ലെ. സോ റിമെമ്പർ ദ 3 circumstances in which intention was punished. 3 circumstances. ഇവിടെ നമുക്ക് 5 circumstances ഉണ്ട്. And what are these provisions basically saying എന്നുള്ളത് നിങ്ങൾ മുമ്പോട്ട് when you lean with the Indian Penal Code, you will be learning all this. So stay tuned. നമ്മളുടെ 4th stage കമ്മീഷൻ ഓഫ് ക്രൈം ആണ്. അതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് ആണ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ദി ഒഫൻസ്. ദാറ്റ് മീൻസ് നമ്മൾ തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു, 1-2 തവണ നമ്മൾ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നമ്മളുടെ ശ്രമം വിജയിച്ചിരുന്നെങ്കിൽ ആ ഒഫൻസ് നടന്നേനെ. അൺഫോർച്ചുനേറ്റ്ലി എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട്, ഒരു പക്ഷെ നമ്മളുടെ കൺട്രോളിൽ അല്ലാത്തൊരു കാരണം കൊണ്ടാവാം. ഞാനൊരു തോക്കെടുത്തു ഉന്നം വെച്ചു വെടിവെക്കാനായിട്ട്, എന്റെ ഉന്നം ശരിയല്ലാത്തത് കൊണ്ട് തലയിൽ കൊള്ളേണ്ടത് വിരലിൽ കൊണ്ട് പോയി. അല്ലെങ്കിൽ ആ ഗണ്ണിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ഇറ്റ് വാസ് അറ്റ് ഫോൾട്ട്. സോ എന്റെ വിക്ടിം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചെറിയ ഒരു ഇഞ്ചുറിയോട് രക്ഷപ്പെട്ടു. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് അറ്റംപ്റ്റ്. അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ശ്രമിച്ചു, ആ ക്രൈം ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഡ്യൂ ടു സം റീസൺസ് ഇറ്റ് ഗോട്ട് ഇൻസക്സസ്ഫുൾ. ഓക്കെ, സോ ബേസിക്കലി ഈ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാളിന് ഇന്റൻഷൻ ഉണ്ടാവും ക്രൈം ചെയ്യാൻ, അയാൾ വേണ്ട പ്രിപ്പറേഷൻസ് എടുത്തിട്ടുണ്ടാവും, അയാൾ ആ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ആക്ട് ചെയ്തിട്ടുണ്ടാവും, ആൻഡ് ആ ആക്ട് പരാജയപ്പെട്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും അവർ പറയാറുണ്ട് ഈ അറ്റംപ്റ്റ് ആവാൻ വേണ്ടി ഏറ്റവും പെനൽറ്റിമേറ്റ് ആക്ട് ആവണമെന്നില്ല. ഇറ്റ് നീഡ്ന്റ് ബി ദ പെനൽറ്റിമേറ്റ് ആക്ട്, പക്ഷെ ആ സീരീസ് ഓഫ് ആക്ടില് ഒരു ആക്ട് ആയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ആയാൽ മതി. ഈ പെനൽറ്റിമേറ്റ് ആക്ട് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ആക്ട് ആണ്. ആണോ? അല്ല. പെനൽറ്റിമേറ്റ് എന്ന് പറയുന്ന അവസാനത്തിന്റെ തൊട്ടു മുമ്പത്തെ ആക്ട് എന്നാണ് നമ്മൾ പറയാ. ഫോർ എക്സാമ്പിൾ, ഇഫ് ക്രിസ്മസ് ഇസ് ഓൺ 25th December, then the penultimate date to Christmas എന്ന് പറയുന്നത് 24th of December ആയിരിക്കും. അതുപോലെ തന്നെ പെനൽറ്റിമേറ്റ് ആക്ട് ആവണം എന്നില്ല. പെനൽറ്റിമേറ്റ് മീൻസ് ദ ലാസ്റ്റ്, നെക്സ്റ്റ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ദറ്റ് മീൻസ് ട്രിഗർ വലിക്കുക എന്നുള്ളതായിരിക്കാം ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ പെനൽറ്റിമേറ്റ് ആക്ട് ആവണമെന്നില്ല, ബട്ട് പ്രിപ്പറേഷൻ കഴിഞ്ഞുള്ള ഒരു ആക്ട് ആണ്. അപ്പൊ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താവും അറ്റംപ്റ്റ് അല്ലെ, ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ്. ഇപ്പൊ നമുക്ക് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ തോക്കെടുത്തു, ഞാൻ ലോഡ് ചെയ്തു, ഞാൻ നെക്സ്റ്റ് വെടി വെക്കാൻ പോവുകയാണ്. അപ്പൊ ആ വെടി വെക്കാൻ പോകുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ലാസ്റ്റിന് തൊട്ട് മുമ്പത്തേന്ന് പറഞ്ഞാൽ ഞാൻ ബുള്ളറ്റ് ലോഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ തോക്കെടുത്തു കറക്റ്റായിട്ട് ചൂണ്ടി ഫോക്കസ് ചെയ്ത് പിടിക്കുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് അറ്റംപ്റ്റ് എന്ന് പറയാം. പക്ഷെ ഈ
അതിലും അല്ലാത്ത വേറെയും കാര്യങ്ങൾ, നോട്ട് ഓൺലി ദ പെനൾട്ടിമേറ്റ് ആക്ട്, പക്ഷെ അതല്ലാത്ത ആക്ടും അറ്റംപ്റ്റിൽ വരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. അതുപോലെ തന്നെയാണ് കോടതിയും കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഈ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി പല പല കേസസിൽ പല പല തിയറീസ് അവര് കണ്ടുപിടിച്ചു. അപ്പൊ അറ്റംപ്റ്റ് എന്താണെന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് 1860 എങ്ങും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓരോരോ കേസിന്റെ ഫാക്ട് ആൻഡ് സർക്കംസ്റ്റൻസ് അനുസരിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കൺഫ്യൂസ്ഡ് ആയതുപോലെ തന്നെ പെനൾട്ടിമേറ്റ് ആക്ട് അല്ല, പക്ഷെ ആ സീരീസ് ഓഫ് ആക്ടിൽ വരുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പ്രിപ്പറേഷൻ ആണോ? അല്ല, പ്രിപ്പറേഷൻ കഴിഞ്ഞു കുറച്ച് മുമ്പോട്ട് വന്നു. അപ്പൊ എന്താണ് ഈ കുറച്ച് മുന്നോട്ട് വന്നു കുറച്ച് പുറകോട്ട് പോയി എന്നൊക്കെ പറയണേ? സോ ഡെഫിനറ്റ്ലി ദ കോർട്ട് ഹാസ് ഡിവൈസ്ഡ് ലോട്ട് ഓഫ് മെഷേഴ്സ്, ലോട്ട് ഓഫ് പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് പ്രോക്സിമിറ്റി ടെസ്റ്റ്. അപ്പൊ എന്താണ് നമ്മളുടെ പ്രോക്സിമിറ്റി ടെസ്റ്റ് പറയുന്നത്? ലെറ്റ്സ് സീ. ഇസഡിനെ മർഡർ ചെയ്യാൻ വേണ്ടി ഒരു ഗൺ മേടിച്ചു, ഗണ്ണിൽ ബുള്ളറ്റ് ലോഡ് ചെയ്തു. അപ്പൊ ഇതുവരെ അറ്റംപ്റ്റിന് നമുക്ക് പറയാൻ പറ്റുമോ? അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ബുള്ളറ്റ് ലോഡ് ചെയ്തതേ ഉള്ളൂ. ഇസഡിനെ ചൂണ്ടി കാഞ്ചി വലിച്ചു, പക്ഷെ കൊണ്ടില്ല. കാരണം പുള്ളിക്ക് അറിയില്ല, തോക്കിൽ വലിയൊരു ബാലിസ്റ്റിക് എക്സ്പീരിയൻസ് ആളിനല്ല. അത് കണക്ക് തന്നെ ഒരു പക്ഷെ ഗണ്ണിന് എന്തെങ്കിലും ഡിഫക്റ്റും ഉണ്ടാവും. വിചാരിച്ച ഒരു എഫക്റ്റ് എക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഇസഡ് മരിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മർഡറിന് പണിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് അറ്റംപ്റ്റ് ടു മർഡറിന് പണിഷ് ചെയ്യാം. ബിക്കോസ് ഒരാളെ കൊല്ലാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം ജസ്റ്റ് മിസ്സായിരുന്നു. കാരണം തൻ്റെ കയ്യിലല്ലാത്ത അല്ലെങ്കിൽ സംതിങ് ബിയോണ്ട് ഹിസ് കൺട്രോൾ കാരണം ആ ആക്ട് ചീറ്റിപ്പോയി, അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയില്ല. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ്, പുള്ളി വെടിവെക്കാൻ ശ്രമിച്ചു, ഫയർ ചെയ്തു, ബട്ട് ഒരു പക്ഷേ ഉന്നം തെറ്റി, അല്ലെങ്കിൽ തോക്ക് വാസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. അതുകൊണ്ട് മാത്രം താൻ ചെയ്ത പ്രവൃത്തി എഫക്റ്റ് ഇല്ലാതായി പോയി. എതിർകക്ഷി മരണപ്പെട്ടില്ല. ശരിക്കും ആ തോക്ക് വർക്ക് ചെയ്യായിരുന്നെങ്കിൽ, ഈ വെടിയുണ്ട അവിടെ കൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടേനല്ലോ. അപ്പൊ നമ്മള് മരിക്കുന്നതിന് നമ്മൾ അങ്ങനെ കൊലപാതകത്തിന് എന്താ പറയണേ? മർഡർ എന്ന് പറയും. അപ്പൊ ഇവിടെ പരാജയപ്പെട്ടെങ്കിൽ പോലും നമുക്ക് അറ്റംപ്റ്റ് ടു മർഡർ എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ അറ്റംപ്റ്റ് ആണ് നടന്നത്. അപ്പൊ ഈ പ്രോക്സിമിറ്റി ടെസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ക്ലോസ് ആയിരുന്നു പ്രതി ആ കുറ്റം ചെയ്യുന്നതിൽ നിന്ന്. ഒരു തോക്കെടുത്ത് വെടിവെച്ചു, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, കൊണ്ടില്ല. അല്ലെങ്കിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വലിയ പരിക്കൊന്നും ഉണ്ടായില്ല. അപ്പോ എത്ര ക്ലോസ് ആയിരുന്നു, ആ ഒരു ഉദ്ദേശത്തിന് എത്ര ക്ലോസ് ആയിരുന്നു എന്നുള്ളതാണ് ഈ പ്രോക്സിമിറ്റി ടെസ്റ്റ്. പ്രോക്സിമേറ്റ് നമ്മൾ പറയത്തില്ലേ, ഏകദേശം എത്ര അടുപ്പം ഉണ്ടായിരുന്നു, എത്ര നിയർ ആയിരുന്നു അല്ലെ? അപ്പോ പ്രോക്സിമിറ്റി ടെസ്റ്റ് അതാണ് പറയുന്നത്. ബേസിക്കലി പറയണ എനിത്തിങ് ഷോർട്ട് ഓഫ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് പ്രിപ്പറേഷൻ ആൻഡ് നോട്ട് അറ്റംപ്റ്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പും കൂടെ നടന്നാൽ മാത്രമേ അത് അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പൊ തോക്കെടുത്ത് വെടിവെച്ചു, ഉന്നം മിസ്സായി പോയി, അത് ആരുടെ മീൻസ് എന്താണ് പറയാ, അതിപ്പോ കൗണ്ട് ചെയ്യണ്ട. ബട്ട് ബേസിക്കലി വെടിവെച്ചോ, ആ ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അറ്റംപ്റ്റ് എന്ന് പറയും. അതിന്റെ തൊട്ട് മുമ്പത്തുള്ള ആക്ടിനെ നമ്മൾ എന്താ പറയാ? പ്രിപ്പറേഷൻ എന്ന് പറയും. നമുക്കൊരു കേസ് നോക്കാം. അഭയാനന്ദ് മിശ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. ഇദ്ദേഹം MA പട്ന യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. അത് കണക്കിന് ഇദ്ദേഹം ഏതൊരു സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് പുള്ളി ഇതിനു വേണ്ടി കുറെ ഫേക്ക് ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ലേറ്റർ അദ്ദേഹം ഈ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തത് ഫേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കോടതി പറഞ്ഞു ഇതൊരു അറ്റംപ്റ്റ് ടു ചീറ്റ് ആയിരുന്നു. കാരണം പുള്ളി ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ് സബ്മിറ്റ് ചെയ്തത്? ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു. ചീറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആള് സബ്മിറ്റ് ചെയ്ത്. സോ ദിസ് ബിക്കംസ് അറ്റംപ്റ്റ് ടു ചീറ്റ്. പ്രിപ്പറേഷൻ ടു ചീറ്റ് അല്ല, അറ്റംപ്റ്റ് ടു ചീറ്റ് തന്നെയാണ് ഇതെന്ന് പറഞ്ഞു.
ദറ്റ് മീൻസ് ആ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റംപ്റ്റ് എന്ന് പറയാം. ആ ലാസ്റ്റ് സ്റ്റെപ്പിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് വരെ ആണെങ്കിൽ നമുക്ക് അതിനെ പ്രിപ്പറേഷൻ എന്ന് പറയാം. പിന്നെ ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ ആണോ ഇന്റൻഷൻ ആണോ എന്ന് നോക്കുന്ന ഒരു ഘട്ടം എന്താണ്, എത്ര ക്ലോസ് ആയിരുന്നു താൻ തൻ്റെ പ്രവൃത്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ചെയ്ത പ്രവൃത്തി സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിചാരിച്ച ഒഫൻസ് നടന്നേനെ അല്ലെ. എത്ര പ്രോക്സിമേറ്റ് ആണ്, ഹൗ ക്ലോസ് ആർ യു, പ്രോക്സിമിറ്റി അല്ലെ, എത്ര ക്ലോസ് ആണ് ടു ദ ഒഫൻസ് എന്നുള്ളതാണ് പ്രോക്സിമേറ്റ് ടെസ്റ്റിൽ നോക്കുന്നത്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരാള് ബി എന്ന് പറയുന്ന ഒരു ലേഡിയായിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. പുള്ളിക്കാരത്തി കുറച്ച് വിഷം കൊണ്ടുവന്ന് നമ്മളുടെ സാൻഡ്വിച്ചിൽ മിക്സ് ചെയ്ത് ബി ദിവസേന ഫുഡ് കഴിക്കാനിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങ് വെച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, എ പോയിസൺ മേടിക്കുന്നത് പ്രിപ്പറേഷൻ ആണ്, എ പോയിസൺ ഫുഡിൽ മിക്സ് ചെയ്യുന്നതും പ്രിപ്പറേഷൻ ആണ്. പക്ഷേ അങ്ങനെ പോയിസൺ മിക്സ് ചെയ്തിട്ട് ബി ഫുഡ് കഴിക്കാൻ വരുന്ന സമയം നോക്കി, ബി ഇരിക്കുന്ന സീറ്റ് നോക്കി ആ സാൻഡ്വിച്ച് ബി കഴിക്കാൻ ഭാഗത്തിന് കൊണ്ടുവയ്ക്കുമ്പോൾ അതിനെ നമ്മൾ എന്താണെന്നോ പറയുന്നത്, അറ്റംപ്റ്റ് എന്നാണ് പറയുന്നത്. ബിക്കോസ് വൈ, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെ. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മേളിലുള്ള ആ ഒരു സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി this last step of keeping the sandwich here is known as ഇനി നമുക്ക് attempt എന്ന് പറയാം. Okay, now the next test is നമ്മളിപ്പോ proximity or how close അല്ലെ. The second test is locus penitentiae test or time for repentance test. ഒരാള് കുറ്റം ചെയ്യുന്നതിന്റെ അവസാനത്തെ മിനിറ്റ് വരെ വേണമെങ്കിൽ തന്റെ മനസ്സ് മാറാം എന്നുള്ള പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് വന്നേക്കുന്നത്. അപ്പോ ഇതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇസഡിനെ പോയിസൺ ചെയ്ത് കൊല്ലാൻ വേണ്ടി പോയിസൺ മേടിച്ചു, ഫുഡുമായിട്ട് മിക്സ് ചെയ്തു, ആൻഡ് അത് സ്വന്തം കയ്യിൽ തന്നെ വെച്ചു. അപ്പൊ ഇപ്പൊ എന്താണ്, ഗിൽറ്റി ഫോർ അറ്റംപ്റ്റ് ടു മർഡർ ആണോ? അല്ല. ആൻഡ് ഒരു പക്ഷേ മനസ്സ് മാറിക്കൂടായികയില്ല അല്ലെ. ആ സ്റ്റേജിലും വിഷം മിക്സ് ചെയ്തെങ്കിലും മനസ്സ് മാറിക്കൂടായികയില്ല. അങ്ങനെ മനസ്സ് മാറാനുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രിപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു തോക്കെടുത്ത് വെടിവെക്കാൻ പോവുകയാണ്, ബുള്ളറ്റ് നിറയ്ക്കുന്നു, അതിനെ നമുക്ക് എന്താണ്, പ്രിപ്പറേഷൻ എന്ന് പറയാം. ബട്ട് ഒരിക്കൽ വെടി വെച്ച് കഴിഞ്ഞു, ഇനി റിപ്പൻഡൻസിന് ചാൻസ് ഇല്ല, ഇനി തിരിഞ്ഞു നോക്കാൻ ചാൻസ് ഇല്ല, നമ്മളെ തന്നെ പിടിച്ചു നിർത്താനുള്ള ചാൻസ് ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് കുറ്റബോധം കൊണ്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ. ഇവിടെ നോക്കിയേ, ഈ പിക്ചർ നോക്കിയേ, ഒരു ലയൺ തന്റെ പ്രേയെ കൊല്ലാൻ പോയിട്ട് അവസാനം അതുമായിട്ട് റിപ്പൻറ്റഡ് ആയിട്ട് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്ന ഒരു പിക്ചറാണ്. അത് കണക്ക് തന്നെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന ഒരാൾ, അത് ഒരു പക്ഷേ സംവാട്ട് ദ ലാസ്റ്റ് എത്തിയപ്പോഴായിരിക്കാം ആളിനൊരു മനസാക്ഷി കുത്തുണ്ടായത്, ആൾ ആ ക്രൈമിൽ നിന്ന് പിൻവാങ്ങിയത്. അപ്പോ ഒരാള് സ്വമേധ്യ, ശ്രദ്ധിക്കുക, ഇന്റൻഷണൽ വിഡ്രോവൽ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരാള് ഇന്റൻഷണൽ ആയിട്ട് ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ക്രൈം അറ്റംപ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് ആള് പിൻവാങ്ങുകയാണെങ്കിൽ അതിന് നമുക്ക് മിയർ പ്രിപ്പറേഷൻ ഫോർ ദ കമ്മീഷൻ ഓഫ് ക്രൈം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആള് ഇന്റൻഷനലി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടല്ല, മനസാലെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, പ്രിപ്പറേഷൻ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അറ്റംപ്റ്റ്. ഓക്കെ, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് സ്വബോധത്തോടു കൂടി സ്വയമേ ഇന്റൻഷനലി മനഃപൂർവ്വം പിൻവാങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിനെ പ്രിപ്പറേഷൻ എന്ന് പറയാം ആൻഡ് നോട്ട് അറ്റംപ്റ്റ്. So I think you guys should go and listen to this video once or twice. 2 തവണയൊക്കെ കേൾക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും.
സോ വാട്ട് ഡിഡ് വി സേ ഇൻ പ്രോക്സിമിറ്റി ടെസ്റ്റ്? എത്ര ക്ലോസ് ആയിരുന്നു ആ ഒഫൻസ് ചെയ്യലിൽ നിന്ന്? ഒരു പക്ഷേ ആ കാഞ്ചി വലിച്ചു, ആ തോക്ക് കേടല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മർഡർ സംഭവിച്ചേനെ, അല്ലെ? അപ്പൊ അത്ര ക്ലോസ് ആയിരുന്നു ടു ദ ഒഫൻസ്. ആൻഡ് അത് എന്തുകൊണ്ടാണ്? ഞാൻ മനഃപൂർവ്വമായിട്ട് ഉന്നം തെറ്റിച്ചതാണോ? അല്ല. എന്റെ കൺട്രോളിലല്ലാത്ത മറ്റെന്തോ കാര്യങ്ങൾ കൊണ്ടാണ്. ഉദാഹരണം, ഞാൻ വെടിവെച്ചത് ശരിയായില്ല, എന്റെ ഉന്നം ശരിയായില്ല, അല്ലെന്നുണ്ടെങ്കിൽ തോക്കില് തെറ്റുണ്ടായിരുന്നു, തോക്ക് വാസ് ഇൻ ഡിഫക്റ്റ്, അല്ലെ, ഡിഫക്റ്റീവ് പീസ് ആയിരുന്നു തോക്ക്. പക്ഷെ ഇവിടെ നമ്മള് ഈ ഒരു ലോക്കസ് പെനിറ്റൻറ്റെ ടെസ്റ്റിൽ നമ്മൾ പഠിച്ച എന്താണ്? ബേസിക്കലി നമ്മൾ തന്നെ ഇന്റൻഷനലി പിൻവാങ്ങുകയാണ്. മറ്റേത് നമ്മളുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് അത് ഫെയിൽ ആവുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അതിനെ പറയുന്നത്? ഇന്റൻഷൻ എന്ന് നമ്മൾ പറയാൻ പറ്റുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ബേസിക്കലി നമ്മൾ തന്നെ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് നമുക്ക് മനസാക്ഷി കുത്തു വന്നു, നമ്മൾ തന്നെ ഇന്റൻഷനലി പിൻവാങ്ങുകയാണെങ്കിൽ അതുവരെ ചെയ്ത സ്റ്റെപ്സിനെല്ലാം നമുക്ക് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ആ സ്റ്റെപ്പിനെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് ലോക്കസ് പെനിറ്റൻറ്റെ ടെസ്റ്റിന്റെ ബേസിസിൽ നമുക്ക് പറയാം. സോ ഡിഫറൻസ് ഇസ്, അവിടെ നമ്മളുടെ കൺട്രോളിലല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ക്രൈം നടന്നില്ല, അല്ലെ? ഇവിടെ എന്താണ്? നമ്മൾ ഇന്റൻഷനലി പിൻവാങ്ങുന്നു. അതാണ് ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്. Now, impossibility test. Now, this is quite very interesting. സാധാരണഗതിയിൽ ഈ ടെസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം, നമുക്ക് നമ്മുടെ നിഴലിനെ തന്നെ വെടിവെക്കാൻ പറ്റുമോ? നടന്നു പോകുന്ന ഒരാളുടെ നിഴലിനെ വെടിവെക്കാൻ പറ്റുമോ? ഇല്ല. സോ അങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കൾപ്പബിലിറ്റി ഇംപോക്ക് ചെയ്യാൻ പറ്റില്ല, ശിക്ഷിക്കാൻ പറ്റില്ല. ആൻഡ് ഇഫ് ദിസ് തിയറി ഇസ് ട്രൂ, നമുക്ക് രണ്ട് എക്സാമ്പിൾ വെച്ച് നോക്കാം. എ ബിയെ കൊല്ലാനായിട്ട് ഒരു ക്ലാസ് റൂമിൽ പോയി, ബി പഠിക്കുന്ന ക്ലാസ് റൂമിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് കാരണം 6 മാസമായിട്ട് സ്കൂളെല്ലാം അടച്ച് കിടക്കുകയാണ്. ഇനി ഒരു 6 മാസം കൂടെ അടച്ച് ഇടും. അപ്പം എക്ക് കിട്ടിയേക്കുന്ന ഇൻസ്ട്രക്ഷൻ സ്കൂളിൽ പോയി കൊല്ലാനാണ്. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം സ്കൂൾ അടച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ്? പുള്ളിക്കാരത്തി ചെയ്ത അറ്റംപ്റ്റ് ആണോ ആസ് പെർ ദിസ് പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾ? അല്ല. ഈ പ്രിൻസിപ്പിൾ ശരിയാണെങ്കിൽ, അത് കണക്ക് തന്നെ ഒരാൾ വെടിവെക്കാനായിട്ട് തോക്കുമൊക്കെ എടുത്തു പോയി, ഉന്നമൊക്കെ വെച്ചു, പക്ഷെ തോക്കിനകത്ത് ഉണ്ടായിരുന്നില്ല. സോ ഇഫ് ദ എബവ് തിയറി ഇസ് കറക്റ്റ്, ഡെഫിനറ്റ്ലി പുള്ളിക്ക് നമുക്ക് ഒരു ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡ് അങ്ങനെയല്ല പറയുന്നത്. നമ്മളുടെ സെക്ഷൻ 511 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് എന്താണ് പറയുന്നത്? യെസ്, സെക്ഷൻ 511 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, punishment for attempting to commit offenses punishable with imprisonment for life or other imprisonments. ഇപ്പൊ നമ്മൾ attempt to commit wagering war against India, അങ്ങനെ ഒക്കെ കുറെ സെക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണക്കിന് നമുക്ക് attempt to murder, attempt to suicide, അങ്ങനെ കുറച്ച് സെക്ഷൻസും ഉണ്ട്. അപ്പോൾ ചില സെക്ഷൻസിന് അല്ലെങ്കിൽ ചില ഒഫൻസസിന് സ്പെസിഫിക് ആയിട്ട് അതിന്റെ അറ്റംപ്റ്റിനെ പണിഷ് ചെയ്യാൻ വേണ്ടി പ്രൊവിഷൻസ് ഇല്ല. അങ്ങനെയുള്ള സെക്ഷൻസിനെ, അറ്റംപ്റ്റിനെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് 511. ഒരു ജനറൽ ക്ലോസ് അല്ലെങ്കിൽ ജനറൽ സെക്ഷൻ വിത്ത് റിഗാർഡ് ടു അറ്റംപ്റ്റ്സ് എന്ന് നമുക്ക് സെക്ഷൻ 511 പറയാം. ഇനി 511ന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെത്ത് പെനാൽറ്റി ഡീൽ ചെയ്യുന്ന ഒഫൻസസിനെ കുറിച്ചൊന്നും ഡീൽ ചെയ്യാറില്ല. ഓൺലി ലൈഫ് ഇംപ്രിസൺമെന്റ് ഓർ അതർ ഫോം ഓഫ് ഇംപ്രിസൺമെന്റ്സ് വരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ശിക്ഷ കൊടുക്കാൻ സാധ്യതയുള്ള ഒഫൻസസിന്റെ അറ്റംപ്റ്റിനെ കുറിച്ച് മാത്രമേ സെക്ഷൻ 511 ഡീൽ ചെയ്യാറുള്ളൂ. ശരി, അപ്പോ ഈ സെക്ഷൻ 511 രണ്ട് ഇല്ലസ്ട്രേഷൻസ് ബെയർ ആക്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ യൂണിവേഴ്സലിന്റെ ബെയർ ആക്ട് ഒക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഇഫ് യു വാണ്ട് ടു ലേൺ ദ സബ്ജക്ട് thoroughly and if you have to develop a passion for the subject, definitely go and purchase a Universal's Bear Act and go through every section of the Indian Penal Code. Okay. അപ്പൊ എ എന്താണ് ചെയ്തത്? എ ഒരു ജ്വല്ലറി ബോക്സിൽ നിന്ന്, നമ്മുടെ സൈഡിൽ ഒരു ജ്വല്ലറി ബോക്സ് ഇരിക്കുന്നുണ്ടോ, ആ പെട്ടിക്കകത്ത് സ്വർണ്ണം ഉണ്ടെന്നും പറഞ്ഞ് പോയി അതങ്ങ് പൊട്ടിച്ച് തുറന്നു നോക്കിയപ്പോ അതിൻ്റെ അകത്ത് സ്വർണ്ണമൊന്നുമില്ല. അപ്പോ നമ്മൾ മേളി പറഞ്ഞ തിയറി ശരിയാണെങ്കിൽ ഇമ്പോസിബിൾ ആണ് ഒഴിവായിട്ടുള്ള ഒരു പെട്ടിയുടെ അകത്ത് നിന്ന് സ്വർണം എടുക്കുക എന്ന് പറയണേ. പക്ഷെ അങ്ങനെയല്ല. IPC പറഞ്ഞെന്ന് പറയുന്നത്
IPC പറയുന്നത് ഇദ്ദേഹം ഒരു ഓവേർട്ട് ആക്ട് ചെയ്തു അല്ലെ, ഒരു എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ നടന്നു ടുവേർഡ്സ് ദ കമ്മീഷൻ ഓഫ് തെഫ്റ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറ്റംപ്റ്റ് ടു തെഫ്റ്റിന് പണിഷ് ചെയ്യണമെന്നാണ് പറയുന്നത് അണ്ടർ സെക്ഷൻ 511. രണ്ടാമത്തെ എക്സാമ്പിൾ ഇതാണ്. സെഡിന്റെ പോക്കറ്റിൽ കൈയിട്ടു, പോക്കറ്റിനകത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്വന്തമാക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ പോക്കറ്റിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തെ ഈ ഒരു സെക്ഷന്റെ പെർവ്യൂല് പണിഷ് ചെയ്തു ഫോർ അറ്റംപ്റ്റ്. എന്തുകൊണ്ടാണ് IPC ഇങ്ങനെ പറയുന്നത്? കാരണം ഇതുകൊണ്ട് തന്നെയാണ്. അയാൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനായിട്ട്, അതിനുവേണ്ടിയാണ് അയാൾ തള്ളി പൊട്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പം മെൻസറിയ ഇല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗിൽട്ട് ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞിട്ട് ആളിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഹി ഹാസ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡോട് കൂടിയാണ് ആ ശ്രമം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹി ഹാസ് ടു ബെയർ ദ കോൺസിക്വൻസസ് ഓഫ് ഹിസ് ആക്ട് ഈവൻ ദോ ഇറ്റ് വാസ് നോട്ട് സക്സസ്ഫുൾ. അപ്പൊ ഡെഫിനറ്റ്ലി 511 പ്രകാരം പൊതുവെ കൊടുക്കുന്ന ഇപ്പോൾ ഒരു ഒഫൻസിന് 2 വർഷമാണെങ്കിൽ ഇതിന് 1 വർഷമൊക്കെ ആയിരിക്കും. ഹാഫ് ഓഫ് ദാറ്റ് പെനാൽറ്റി ആയിരിക്കും സാധാരണഗതിയിൽ 511 പ്രകാരം കൊടുക്കുന്നത്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് 511 ഇൻ ലെക്ചർ 2 ഓഫ് സ്റ്റേജസ് ഓഫ് ക്രൈം. നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറ്റംപ്റ്റ് ടു മർഡർ, അറ്റംപ്റ്റ് ടു സൂയിസൈഡ്, അത് കണക്ക് തന്നെ മറ്റ് സെക്ഷൻസിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് സെക്കൻഡ് പാർട്ടിൽ. സോ ഗൈസ്, ഐ ഹോപ്പ് യു വിൽ കം ബാക്ക് ടു ദിസ് ലെക്ചർ സീരീസ്. മൂന്നാമത്തെ ടെസ്റ്റ് ഇതാണ്, സോഷ്യൽ ഡേഞ്ചർ ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ ടെസ്റ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വലിയ സീരിയസ് ക്രൈംസിനൊക്കെ ഉള്ള ശ്രമമാണ് ചെയ്തെങ്കിൽ അത് ഡെഫിനറ്റ്ലി അറ്റംപ്റ്റ് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ഒരു ഗുളിക കൊടുത്തു അലസി പോവാൻ വേണ്ടി, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കാരണം ആ മരുന്ന് വലിയൊരു എഫക്റ്റ് ഉള്ള ഗുളിക ആയിരുന്നില്ല, അതൊരു പ്ലാസിബിൾ ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു ഇന്നോക്യൂസ് ആയിട്ടുള്ള ഒരു ഗുളികയായിരുന്നു, എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പോലും അറ്റംപ്റ്റ് ടു മിസ്കാരേജ് ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ബിക്കോസ് ഇതിന്റെ സോഷ്യൽ റിപ്പർക്കേഷൻസ് നോക്കിയിട്ടും ഇതിന് സൊസൈറ്റിയിലുള്ള ഒരു സൊസൈറ്റിയുടെ മൊത്തം ഒരു ഒന്ന് ഇളക്കി മറിക്കുന്ന ടൈപ്പ് ഓഫ് ഒഫൻസ് അല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒഫൻസ് ഈവൻ ദോ ഇഫ് ഇറ്റ് വാസ് നോട്ട് സക്സസ്ഫുൾ പോലും നമുക്ക് അതിനെ അറ്റംപ്റ്റ് എന്ന കാറ്റഗറിയിൽ വേണം കൊണ്ടുവരാൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നൗ വൺ മോർ ടെസ്റ്റ് നമുക്കുണ്ട്, ഇക്വിവൊക്കാലിറ്റി ടെസ്റ്റ്. ഇക്വിവൊക്കാലിറ്റി ടെസ്റ്റ് ഇത് പറയുന്ന ഇത്ര മാത്രമാണ്. ഒരാള് ചെയ്ത പ്രവൃത്തി എല്ലാം കൂടെ നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തേക്കുന്ന കുറെ തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ട്. ആ തയ്യാറെടുപ്പ് പ്രിപ്പറേഷൻ ആവാം, ഒരുപക്ഷെ അത് അറ്റംപ്റ്റ് ആവാം, വാട്ട് എവർ ആവാം. ആ ചെയ്തേക്കുന്ന എല്ലാം നോക്കുമ്പോൾ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നുണ്ടോ, ഒരു സംശയത്തിനും നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ടോ ദാറ്റ് ഇയാൾ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്? ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് അറ്റംപ്റ്റ് ആണ്. അതർവൈസ് അത് പ്രിപ്പറേഷൻ ആണ്. പ്രതി ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം നിസ്സംശയം അദ്ദേഹത്തിന് ഈ ക്രൈം ചെയ്യാനുള്ള ഉദ്ദേശമാണ് കാണിക്കുന്നതെന്ന് ഒരു സാധാരണ മനുഷ്യന് കാണുമ്പോൾ തോന്നില്ലേ? ഇത് അതിനുവേണ്ടി തന്നെയായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ, വിതൗട്ട് എനി റീസണബിൾ ഡൗട്ട്, ബിയോണ്ട് ഡൗട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് അതിനു വേണ്ടിയാണ്, അങ്ങനെയാണെങ്കിൽ അത് അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ പ്രതിയുടെ ഇന്റൻഷൻ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ ആക്ട് കാണിച്ചിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടും ഫെയിൽ ആവരുത് എന്ന് വിചാരിച്ച് തന്നെ കുറെ അഡീഷണൽ മെഷേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു തോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും മിസ്സാവരുത്, ഇതല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും കൊണ്ടിരിക്കണം, അതോടെ ആളുടെ കഥ തീരണം എന്ന് വിചാരിച്ച് അത്ര ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റേറ്റ് കാണിക്കുന്ന ആക്ട് ഉണ്ടാവുമല്ലോ. ഒരു കാരണവശാലും മിസ്സാവരുത്, അല്ലെങ്കിൽ ഇത് കണ്ടാൽ ഉറപ്പിക്കാം കൊല്ലാൻ തന്നെ ഉദ്ദേശിച്ചെന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ നിസ്സംശയാർത്ഥം നമുക്ക് പറയാൻ പറ്റുകയാണ് പ്രതി കാണിച്ചു വെച്ചേക്കുന്ന എല്ലാം കണ്ടിട്ട്, എങ്കിൽ അത് അറ്റംപ്റ്റ് ആണ്. ഇറ്റ് ഇസ് നോട്ട് പ്രിപ്പറേഷൻ, അതിനെ നമുക്ക് അറ്റംപ്റ്റ് എന്ന് പറയാം. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കൂടുതൽ വായിച്ച് തല പുകയേണ്ട ആവശ്യമില്ല. ഓക്കെ,
ഇതൊരു പഴയ കേസാണ്. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് മുഹമ്മദ് യാക്കൂബ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര് ഒരു ട്രക്കുമായിട്ട് സിൽവർ ലോഡ് ചെയ്തിട്ട് ഈ നമ്മളുടെ കപ്പലിന്റെ തുറമുഖം പോർട്ട് പോലെ അവിടെ നിൽക്കുമായിരുന്നു. അപ്പം പോലീസ് ശ്രദ്ധിച്ചു ഇവർ 3 പേരും നിൽക്കുന്നു. ഒരു ഫിലിമിലെ സീൻ പോലെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. പോലീസ് ഇങ്ങനെ ഇവരെ കാണുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു ഗുഡുഗുഡു സ്പീഡ് ബോട്ടിന്റെ ശബ്ദം കേൾക്കുന്നു. സ്പീഡ് ബോട്ട് അടുക്കുന്നു. അപ്പോ ഇവരെല്ലാരെയും സ്മഗ്ലിംഗ് സിൽവറിന് പണിഷ് ചെയ്തു. അപ്പൊ ഇവിടെ ജസ്റ്റിസ് സർക്കാരിയ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. അറ്റംപ്റ്റ് എന്താണെന്നും പ്രിപ്പറേഷൻ എന്താണെന്നും ഒക്കെ ഉള്ളത് മിക്സ്ഡ് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആൻഡ് ലോ ആണ്. അപ്പോൾ അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഓവേർട്ട് സ്റ്റെപ്സ് എടുക്കുമ്പോൾ. ഓവേർട്ട് സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് റിയസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മനസ്സിലുള്ളത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പുറമേ ഉള്ള ഡെലിബറേറ്റ് സ്റ്റെപ്സ് നമ്മൾ എടുക്കുമ്പോൾ ഒരാളുടെ ആ സ്റ്റെപ്സ് അയാളുടെ അൺഇക്വിവോക്കൽ നിസ്സംശയാർത്ഥം ആ മനസ്സിലിരിപ്പ് ഇത് തന്നെ ആയിരുന്നു എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അറ്റംപ്റ്റ് ആണ്. ഇപ്പോ നിസ്സംശയാർത്ഥം അയാൾ ഗിൽറ്റി ആണെന്ന് പറയണമെങ്കിൽ ഒരുപക്ഷെ അത് ലാസ്റ്റ് സ്റ്റെപ്പ് ടു ദ ക്രൈം ആവണമെന്നില്ല. അതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് അല്ലെങ്കിൽ പോലും ഒരു സീരീസ് ഓഫ് ആക്ടിനകത്ത് മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ, ഈവൻ ദോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ആക്ട് അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രതി ചെയ്തേക്കുന്ന ഏറ്റവും അവസാനത്തെ ആക്ട് അല്ല, അതിന്റെ തൊട്ട് മുമ്പത്തെ ആക്ട് അല്ലെങ്കിൽ പോലും പ്രതിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, എന്താണ് പ്രതിയുടെ ഉദ്ദേശം എന്ന് അദ്ദേഹം ചെയ്ത ബാക്കിയുള്ള ആക്ഷൻസ് വഴി തെളിയുകയാണെങ്കിൽ, അൺഇക്വിവോക്കലി തെളിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ നമുക്ക് അറ്റംപ്റ്റിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുമെന്നാണ് ഈ ടെസ്റ്റ് പറയുന്നത്. ശരി, ഇനി നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡില് 4 രീതിയിലുള്ള അറ്റംപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ജനറൽ അറ്റംപ്റ്റിനെ കുറിച്ച് പറഞ്ഞു, സെക്ഷൻ 511 വിച്ച് വി ഓൾറെഡി ലുക്ക്ഡ് ഇൻടു. അടുത്തത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ക്യാപിറ്റൽ ഒഫൻസസ് ലൈക്ക് മർഡർ, കൾപ്പബിൾ ഹോമിസൈഡ്, റോബറി. മൂന്നാമത്തത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അടുത്തത് എന്താണ്? സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ഉള്ള ഒഫൻസസ് ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. ഈ കാറ്റഗറിയാണ്. അപ്പോൾ ഈ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് കാറ്റഗറി സ്പെസിഫിക്കലി സെക്ഷൻസ് ഉള്ള കാറ്റഗറിയാണ്. പക്ഷെ 511 എന്ന് പറയുന്നത് ഏകദേശം പല വകയാണ്, മിസലേനിയസ് സെക്ഷൻ എന്ന് പറയാം. കാരണം അറ്റംപ്റ്റ് ഒരു പണിഷബിൾ ആക്കാത്ത ഏതൊരു ഒഫൻസിന്റെയും അറ്റംപ്റ്റിനെ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ചില സെക്ഷൻസിൽ ഒഫൻസ് ചെയ്താലും അറ്റംപ്റ്റ് ചെയ്താലും രണ്ടിനും ഒരേ ശിക്ഷ പറയുന്ന പ്രൊവിഷൻ ഉണ്ടാവും. അതാണ് എക്സാമ്പിൾ സെക്ഷൻ 121. അറ്റംപ്റ്റിംഗ് ടു വേജ് വാറും അത് കണക്കിന് വേജിങ് വാറിനും സെയിം സെക്ഷനിൽ സെയിം പണിഷ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അത് കണക്കിന് നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരേ ഒരു സെക്ഷനേ ഉള്ളൂ വെറും അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ആൻ ഒഫൻസ് ഇസ് പണിഷബിൾ. ആ ഒഫൻസ് ചെയ്താൽ പണിഷ്മെന്റ് ഇല്ല. അത് ഏത് സെക്ഷനാണ്? സൂയിസൈഡ്. സൂയിസൈഡ് ചെയ്ത ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. Okay, so now next, the final stage of the crime is contemplation of the crime scene. ഒരു പക്ഷെ കൊല ചെയ്തു, മോഷണം നടത്തി, റേപ്പ് ആയിരിക്കാം, എന്തും ആവാം. ക്രൈം കംപ്ലീറ്റഡ് ആവുന്ന ഒരു സ്റ്റേജ് കണ്ടംപ്ലേഷൻ ഓഫ് ദ ക്രൈം എന്ന് നമ്മൾ പറയും. സോ ഗൈസ്, താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു ദിസ് ലെക്ചർ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? വി ലേൺഡ് അബൌട്ട് എലിമെന്റ്സ് ഓഫ് ക്രൈം, ദെൻ വി ലേൺഡ് അബൌട്ട് ദ 4 സ്റ്റേജസ് ഓഫ് ക്രൈം. അതിനുശേഷം നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് മിയർ ഇന്റൻഷൻ, മിയർ പ്രിപ്പറേഷൻ ആൻഡ് മിയർ അറ്റംപ്റ്റിനെ നമ്മൾ പണിഷ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ 4 ഡിഫറെന്റ് തിയറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി we just took a look into the different type of attempts mentioned in the IPC. നമ്മൾ രണ്ടാമത്തെ ഭാഗം ഈ ഒരു സെയിം ടോപ്പിക്കിന് ലെക്ചർ സീരീസ് 2 വരുന്നുണ്ട് പിന്നാലെ, where we will be dealing in detail about attempt to commit murder, attempt to commit suicide and such other offenses. So guys, thank you for watching. Please don't forget to subscribe and like. Please do give your valuable suggestions. Definitely corrections ഒക്കെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ക്ലാസ്സസിൽ വരുത്തുന്നുണ്ടാവും. Thank you guys. Thank you so much.